നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ട്രെയിനിങ്ങുമായിട്ട് ബാഴ്സലോണ മുന്നോട്ട് പോകവേ ആരാധകർക്ക് വളരെ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത്. മറ്റതുപോലെ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഇഞ്ചുറി, അദ്ദേഹത്തിന് ലിഗമെൻ്റ് ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത് കാൽമുട്ടിൽ. ബാഴ്സ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ടെസ്റ്റ് ക്യാരിഡ് ഔട്ട് ഓൺ ഫസ്റ്റ് ടീം പ്ലെയർ ഫ്രങ്കി ഡിയോങ് ഹാവ് കൺഫേംഡ് എ ടിയർ ഓഫ് ദി മെഡിയൽ കൊലാട്രൽ ലിഗമെൻറ്റ് ഇൻ ഈസ് റൈറ്റ് നീ. അപ്പം പ്ലെയറും ക്ലബും തമ്മിൽ ഇനി അങ്ങോട്ട് ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹിസ് പ്രോഗ്രസ് വിൽ ബി മോണിറ്റേർഡ് ഓവർ ദി കമ്മിങ് വീക്സ് എന്നാണ് ക്ലബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. അതായത് ശസ്ത്രക്രിയയില്ല, മറിച്ച് ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. കുറച്ചധികം സമയമെടുക്കും ആൾ ഫിറ്റാവാൻ എന്നാണ് ലഭ്യമാവുന്ന വിവരം. പക്ഷേ ഇവിടെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഫ്രങ്കി ഡിയോങ്ങിനെതിരെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേൾഡ് കപ്പിനിടക്ക് പരിക്ക് പറ്റിയിട്ട് ആ പരിക്ക് വേണ്ട വിധത്തിൽ ചികിത്സിക്കാത്ത ട്രെയിനിങ്ങും കളികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടാണിത് ഇത്ര വഷളായതെന്നും ബാഴ്സലോണയോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും താരം കാണിക്കുന്നില്ല എന്നും ഒരു വിഭാഗം വലിയ രൂപത്തിൽ പ്രചരണം നടത്തുന്നു. ഈ ഘട്ടത്തിൽ ഫ്രങ്കി ഡിയോങ് തന്നെ ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ആരാധകരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു: പ്രിയപ്പെട്ട ആരാധകരെ, സാധാരണയായി എന്നെക്കുറിച്ചോ ടീമിനെക്കുറിച്ചോ ക്ലബിനെക്കുറിച്ചോ വരുന്ന വാർത്തകൾക്കൊന്നും ഞാൻ വലിയ ശ്രദ്ധ നൽകാറില്ല. എന്നാൽ അടുത്തിടെയായി എൻ്റെ പരിക്കിനെക്കുറിച്ചും ബാഴ്സയിലെ എൻ്റെ സാഹചര്യത്തെക്കുറിച്ചും ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. തെറ്റായ റിപ്പോർട്ടുകൾ കാരണം ആളുകൾ ക്ലബ്ബുമായുള്ള എൻ്റെ ബന്ധത്തെയും സമർപ്പണത്തെയും സംശയിക്കുന്നത് കാണുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് ഫുട്ബോൾ എന്നാൽ എല്ലാമാണ്. FC ബാഴ്സലോണക്കും എൻ്റെ രാജ്യത്തിനും വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ സർവസ്വവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകകപ്പിനിടെ എൻ്റെ മുട്ടിന് പരിക്കേറ്റിരുന്നു. ആദ്യഘട്ട പരിശോധനകൾക്ക് ശേഷം ഇതൊരു ചെറിയ പരിക്കാണെന്നും കളി തുടർന്നാലും സ്ഥിതി വഷളാകില്ലെന്നുമാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്. അല്പം വേദന സഹിക്കുക, കളിക്കുക എന്നതായിരുന്നു ഒരേ ഒരു വെല്ലുവിളി. എന്നാൽ എൻ്റെ കരിയറിലുടനീളം ക്ലബിനായാലും രാജ്യത്തിനായാലും ടീമിന് സംഭാവന നൽകാൻ കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. അവധിക്കാലത്ത് കൂടുതൽ പരിശോധനകൾക്കായി ഞാൻ ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തി. ഈ പരിശോധനകളിലാണ് പരിക്ക് ആദ്യമേ കരുതിയതിനേക്കാൾ ഗുരുതരമാണെന്ന് വ്യക്തമായത്. ഭാഗ്യവശാൽ ഈ ഘട്ടത്തിൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. അതിനാൽ എത്രയും വേഗം രോഗമുക്തി നേടി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നതിലാണ് ഞാനിപ്പോൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച കായികക്ഷമതയിലായിരിക്കാൻ ദിവസവും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ പ്രൊഫഷനെയും എൻ്റെ ശരീരത്തെയും ടീമിനോടുള്ള എൻ്റെ ഉത്തരവാദിത്വത്തെയും ഞാൻ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിലില്ലാതെ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ പരിക്ക് അത്തരത്തിലൊന്നാണ്. ബാഴ്സലോണക്കും നെതർലൻഡ്സ് ദേശീയ ടീമിനും വേണ്ടി കളിക്കുക എന്നത് എനിക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ ഇരു ടീമുകളോടുമുള്ള എൻ്റെ സമർപ്പണത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ഈ ക്ലബിൻ്റെ ലോഗോക്കും എൻ്റെ സഹതാരങ്ങൾക്കും നമ്മുടെ ആരാധകർക്കുമായി ഞാൻ തുടർന്നും എൻ്റെ പരമാവധി നൽകും. നമുക്കൊന്നിച്ച് സൃഷ്ടിക്കാൻ ഇനിയും ഒരുപാട് നിമിഷങ്ങളും കൈവരിക്കാൻ ഒരുപാട് ലക്ഷ്യങ്ങളുമുണ്ട്. നിങ്ങളുടെ എല്ലാ പിന്തുണക്കും നന്ദി. തിരികെ കളിക്കളത്തിലേക്ക് എത്താൻ എനിക്ക് ഇനി കാത്തിരിക്കാനാവില്ല എന്നാണ്. ഞാൻ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തും എന്നുള്ള വാക്കുകളാണ് അദ്ദേഹം കുറിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ, ബാഴ്സയോടുള്ള കമ്മിറ്റ്മെൻറ്റിനൊക്കെ പലരും ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വന്നിരിക്കുകയാണ് ഫ്രങ്കി ഡിയോങ്ങിന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.